ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ മാച്ച് ടൂവിലേക്ക് വരാം. ഇന്നൊരു ഡബിൾ ഹെഡറാണ്. സോ രണ്ട് മാച്ച് ഉണ്ട്, രണ്ട് കോൺട്രാസ്റ്റിംഗ് മാച്ചസ് ഉണ്ട്. മാച്ച് നമ്പർ 36 ആൻഡ് മാച്ച് നമ്പർ 37. സോ ഫസ്റ്റ് മാച്ചിലേക്ക് വരാം. മാച്ച് നമ്പർ 36 അത് കൊൽക്കത്ത വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. കളി നടക്കുന്നത് കൊൽക്കത്തയിലാണ്. സോ ഐഡിയലി ഒരു ബാറ്റിംഗ് ട്രാക്കാണ്. സോ ബാറ്റിംഗ് ട്രാക്ക് RCB ബോളിംഗ്. നമുക്ക് തന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ടോസ് കിട്ടി. ടോസിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കില്ല, കാരണം ഒരു ഡേ ഗെയിമാണ്, ഡ്യൂ ഒന്നുമില്ല. സോ ഡസൻ മാറ്റർ, ഫസ്റ്റ് ബാറ്റ് ആര് സെക്കൻഡ് ബാറ്റ് ആര് ഡസൻ മാറ്റർ. കൊൽക്കത്ത ഈസ് വിന്നിങ്. ഇറ്റ്സ് അഗൈൻസ്റ്റ് RCB. സോ കൊൽക്കത്ത ഈസ് വിന്നിങ്. സോ അത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു തന്നെ തുടങ്ങാം. ഇനി ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ ഒരു 200+ സ്കോർ കൊൽക്കത്തയ്ക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് എല്ലാവിധ സാധ്യതകളുണ്ട്. RCB ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ എനിക്കറിയില്ല, ലൈക്ക് സ്കോർ എത്രത്തോളം വരുന്നു പറയാൻ പറ്റില്ല, പ്രഡിക്റ്റബിൾ അല്ല. കാരണം RCB ബോളേഴ്സ് മാത്രമേ പ്രഡിക്റ്റബിൾ ആയിട്ട് കളിക്കുന്നുള്ളൂ, ലൈക്ക് എല്ലാ കളിയിലും റൺസ് വിട്ടു കൊടുക്കുന്നുള്ളൂ. കൊൽക്കത്തയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്റ്സ്മാൻ ഉണ്ട്. സോ നരീനൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട് നാളെ. സോ കൊൽക്കത്ത ഈസ് വിന്നിങ്. വീണ്ടും വലിയ സമയം അതിനെടുക്കുന്നില്ല. ആ മാച്ച് അത്രയും പ്രഡിക്റ്റബിളാണ്. സെക്കൻഡ് മാച്ചിലേക്ക് കിടക്കാം. സെക്കൻഡ് മാച്ച് നമ്പർ 37. അത് കളി നടക്കുന്നത് അത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫസ്റ്റ് മാച്ചിൻ്റെ പിച്ച് എന്ന് വെച്ചാൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് സെക്കൻഡ് മാച്ചിൻ്റെ പിച്ച്, വിച്ച് ഈസ് ബോളിംഗ് ഫ്രണ്ട്ലി. ഇപ്പോൾ മറ്റേ പഞ്ചാബ് വേഴ്സസ് ഗുജറാത്താണ് സെക്കൻഡ് മാച്ച് നമ്പർ 37. സോ മാച്ച് നടക്കുന്നത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടാണ്, ചണ്ഡീഗഡ് പിച്ചാണ്. അപ്പോൾ ലാസ്റ്റ് മാച്ചിലൊക്കെ 150 സ്കോർ ചെയ്യാൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട പിച്ചാണ്. സോ വിച്ച് ഇസ് എ സ്ലോ പിച്ച്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിന് നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യുന്നൊരു പിച്ചാണ്. ഈ ഫാസ്റ്റ് പേസിങ് പിച്ചസിൽ ഗുജറാത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്ലോ പേസിങ് പിച്ചസിൽ നിന്ന് കളിക്കാൻ പറ്റിയ പ്ലെയേഴ്സ് അത്യാവശ്യമുള്ള ടീമാണ് ഗുജറാത്ത്. ഇപ്പോൾ സായി സുദർശൻ ആണെങ്കിലും ശുഭങ്കിലാണെങ്കിലും നിന്ന് കളിക്കും, അത്യാവശ്യം ലൈക്ക് സ്ലോ പേജ് പിച്ചിൽ ബാറ്റ് ചെയ്യാൻ പറ്റും. പഞ്ചാബിന് ഓൺ ദ ഹാൻഡ് ശിഖർ ധവാൻ്റെ ഇഞ്ചുറി നല്ല രീതിയിലൊരു ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നിന്ന് കളിക്കുന്ന ബാറ്റ്സ്മാൻ ഇല്ല. സാം കറാനാണ് ഒരു ബെസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് നിൽക്കുന്നത്. സോ അപ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം വീക്കാണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന്. ബോളിംഗ് വൈസ് നല്ല സ്ട്രോങ് ആണ് പഞ്ചാബ്. പക്ഷേ സെയിം ഗുജറാത്തും അത്യാവശ്യം നല്ല ഫോമിൽ തന്നെയാണ് ബോളിംഗ്. സോ നാളത്തെ മാച്ചിൽ ഐ തിങ്ക് കെയ്ൻ വില്യംസൺ കളിക്കണമെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും, കാരണം സ്ലോ പിച്ചസിൽ ഹിസ് എ മസ്റ്റ് എന്ന് ഞാൻ പറയേണ്ടി വരും. സോ ഗുജറാത്തിനെ ജയിക്കാനുള്ള എല്ലാ ചാൻസും നാളത്തെ സെക്കൻഡ് മാച്ചിൽ കാണുന്നു. സോ ദാറ്റ്സ് മൈ പ്രഡിക്ഷൻ. സോ ഗുജറാത്ത് ടു വിൻ ദ സെക്കൻഡ് മാച്ച്. സോ ഫസ്റ്റ് മാച്ച് കൊൽക്കത്ത, സെക്കൻഡ് മാച്ച് ഗുജറാത്ത്.